എന്താ ഒരു മഴ അല്ലേ? മഴയത്ത് ഇങ്ങനെ മടി പിടിച്ചിരിക്കാനാണ് എപ്പോഴും തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് അധികമൊന്നുമില്ല. ഇന്നലെ ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ഊറ്റിയെടുക്കാമെന്നുള്ളൊരു ഐഡിയയിൽ നിന്നു. പിന്നെ മീൻ നമ്മൾ നല്ല കുരുമുളക് പൊടിയും ഉപ്പും പിന്നെന്താ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെണ്ടയ്ക്കക്കറി ബാക്കിയുണ്ട്. കുറച്ചല്ല, അത് പ്ലേറ്റിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതാട്ടെ ഞാൻ പുതിയതായിട്ട് ഒരു പരീക്ഷണം ചെയ്തത്. അതായത് ഒരു വലിയൊരു ടിന്നെടുത്ത് ആ ടിന്ന് നിറച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ കുറച്ച് കാന്താരിമുളകും നെല്ലിക്കയും എല്ലാം കൂടെ നല്ല കല്ലുപ്പിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ചോറെടുക്കുമ്പോൾ വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഒരു മടിയായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഇവിടെ വിനാഗിരി ഇല്ല, ഇനി മേടിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഞാൻ ചോറെടുക്കുന്നു, ഇത് കുറച്ചധികം അങ്ങ് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല വെജിറ്റബിൾസും അകത്തോട്ട് ചെന്നോളും. അപ്പോൾ ഇതാട്ടോ എൻ്റെ പ്ലേറ്റ്. ഞാൻ കുറച്ച് ചോറൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു മീഡിയം ചോറും നല്ലോണം പച്ചക്കറികളും നല്ല വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരു 3 പീസ് മീൻ വറുത്തതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ആ ചമ്മന്തി കാണുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ദോശയ്ക്കുള്ള ചമ്മന്തി ആട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് മഴ കണ്ടിരുന്നിട്ടാണ് ഇപ്പോഴത്തെ പുതിയ ഫുഡ് കഴിക്കൽ രീതികൾ. അവിടെയൊക്കെ നല്ല മഴയായിരിക്കുമല്ലേ? മഴയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് കാന്താരി മുളക് ഇങ്ങനെ ഉടച്ച് ചോറിന് കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ഇങ്ങനെ മുളക് കഴിക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് മുളക് കഴിക്കുക, എന്നിട്ട് എരിഞ്ഞിരിക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഹോബികളുണ്ട്. നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചു. അത്യാവശ്യം ഹെൽത്തി ആയിട്ടോ നമ്മുടെ ഈ പ്ലേറ്റ്. അതായത് നല്ലോണം വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ പ്രോട്ടീനും ഒമേഗ 3ക്കും ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ വെണ്ടയ്ക്കും വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ കാന്താരി മുളക് നല്ലതാട്ടോ. അപ്പോൾ എനിക്ക് കൊളസ്ട്രോളും സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ കാന്താരി മുളക് എന്നാലും നമുക്ക് ബോഡിക്ക് നല്ലതാണല്ലോ. അതേപോലെ തന്നെ ഞാനിത് എയർ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. മീൻ വറുത്തെടുക്കുക ഇൻ ദ സെൻസ് എയർ ഫ്രൈ ചെയ്തെടുത്തു. അതായത് എണ്ണ ഒഴിച്ച് വറുക്കാതെ എയർ ഫ്രൈയറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല, നല്ല ടേസ്റ്റാണ്. നല്ലോണം എൻജോയ് ചെയ്തിങ്ങനെ സൂപ്പറായിട്ട് മഴ കണ്ടിങ്ങനെ കഴിച്ചു.